ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ പുതുതായിട്ട് അധികാരത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് തീരുമാനങ്ങൾ നടപ്പിലാക്കി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. അതായത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരെയും കാനഡ, മെക്സിക്കോ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെയും പിന്നെ ടാരിഫ് അല്ലെങ്കിൽ വാണിജ്യ നികുതി ഏർപ്പെടുത്തും എന്നുള്ളൊരു വാർത്ത അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ കേട്ടാണ്. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറയുന്നത് ചൈനയ്ക്ക് മേൽ 10%, അതുപോലെ തന്നെ മെക്സിക്കോ, കാനഡ ഈ രണ്ട് രാജ്യങ്ങൾക്ക് മുകളിൽ 25% ടാരിഫ് അദ്ദേഹം ഏർപ്പെടുത്തി എന്നുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തെന്നാണ്. ചൈനയുടെ പിന്നെ ചൈനയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഈ പറഞ്ഞ നികുതി, വാണിജ്യ നികുതി അല്ലെങ്കിൽ ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയും മറ്റേ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മുകളിലുള്ള ടാരിഫ് നിലവിൽ വന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ട്രംപിൻ്റെ തീരുവ എന്നുള്ള ടാരിഫ് നികുതി അല്ലെങ്കിൽ വാണിജ്യ തീരുവ, ട്രേഡ് ടാരിഫ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഇന്ത്യൻ റുപ്പി റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി എന്നാണ് പറയുന്നത്. ഏതാണ്ട് 87 രൂപയ്ക്ക് മുകളിൽ 87.17 രൂപയാണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. രൂപയ്ക്ക് തകർച്ചയിൽ പുതിയ റെക്കോർഡ്. $1 വേണമെങ്കിൽ 87.17 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പ് 85 രൂപ എന്നുള്ള വാർത്ത കേട്ടാണ്. ഇപ്പോൾ അത് വീണ്ടും ഈ സോറി ട്രംപിൻ്റെ പുതിയ ഈ പോളിസി നിലവിൽ വന്നതോടുകൂടി റുപ്പി മാത്രമല്ല, ലോകത്തെ മറ്റ് പല പ്രധാനപ്പെട്ട നമ്മളുടെ കറൻസികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഏഷ്യൻ റീജിയനിലുള്ള ചൈനീസ് യുവാൻ ആയാലും മറ്റ് പല കറൻസികളെല്ലാം തന്നെ അവരുടെ മൂല്യം ഇടിഞ്ഞു എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിവരമാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡോളറിന് 87.1 രൂപ എന്ന നിലയിൽ ആണ് ഇപ്പോഴത്തെ നിലവിലെ വിനിമയ നിരക്ക്. അപ്പോൾ 87.07 തുടങ്ങിയതാണ് വ്യാപാരം ആരംഭിച്ച ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക്. പിന്നീട് കൂടുതൽ താഴുകയായിരുന്നു. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതോടെ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുകയും ഈ പറഞ്ഞ മറ്റ് കറൻസികളുടെ മൂല്യങ്ങൾ കുറയുകയും ചെയ്തു എന്നുള്ളതാണ് കാരണമാകുന്നത്. ഇത് റെക്കോർഡ് ലോ ആണ് ശരിക്കും പറഞ്ഞാൽ. 87.145 അല്ലെങ്കിൽ 87.15. അപ്പം വെള്ളിയാഴ്ച 0.6% ആയിരുന്നു. അതിൽ നിന്നും കൂപ്പുകുത്തിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം ഒക്ടോബർ 2024 മുതൽ 4% ഇടിവ് അല്ലെങ്കിൽ മൂല്യശോഷണം ഇന്ത്യൻ റുപ്പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ 87 ഒരു $1 ഇപ്പോൾ ട്രംപിന്റെ ടാരിഫ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾക്കെതിരെ പ്രത്യേകിച്ച്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം നമുക്കെതിരെ നിജസ്ഥിതി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും നമുക്കറിയാം. അടുത്ത മാസം ട്രംപും മോഡിയും തമ്മിലുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. ഏതായാലും ആ ഒരു സമയം വരെ ഇന്ത്യക്ക് മേലെ ഇതുപോലുള്ള ടാരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിനെ എല്ലാം അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഏഷ്യൻ കറൻസീസിനെല്ലാം വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ തന്നെ കറൻസീസിന്. അപ്പോൾ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മുതൽ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ചൊവ്വാഴ്ച മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലെ 10%, മെക്സിക്കോ, കാനഡ ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇതോടെ ഡോളർ ഇൻഡെക്സ് 0.3% ഉയർന്ന് 109.8 ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ മറ്റ് പ്രധാനപ്പെട്ട 6 കറൻസികളുമായിട്ട് അത് ഡോളർ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ US ഡോളർ ഇൻഡെക്സ് ആണ്, USDX എന്ന് പറയും ഷോർട്ട് ഫോമിൽ. അതൊരു ടൂളാണ്, അതൊരു ഇൻഡെക്സ് ആണ്. ഈ ഡോളറിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ്, ശക്തി അല്ലെങ്കിൽ ദൗർബല്യം അളക്കുന്നതിന് വേണ്ടിയുള്ളൊരു ടൂളാണ്, ഉപകരണമാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു 6 കറൻസികൾക്കെതിരായിട്ട്, അതായത് ബ്രിട്ടീഷ് പൗണ്ട്, യൂറോ, ജപ്പാനീസ് യെന്ന്, സ്വീഡിഷ് ക്രോണ, സ്വിസ് ഫ്രാങ്ക്, കനേഡിയൻ ഡോളർ, ഈ 6
കറൻസികൾ ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഡോളറിൻ്റെ വില എന്തായിരിക്കുമെന്ന് അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ടൂളാണ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോളർ ഇൻഡെക്സിലും 0.3% ഉയർച്ച ഉണ്ടായി 109.8 എന്നും നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനുശേഷം ഏഷ്യയിലെ പ്രധാനപ്പെട്ട കറൻസികളെല്ലാം തന്നെ അവർക്ക് ഒരു ക്രാഷ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂല്യത്തിലൊരു കുറവ് വന്നിട്ടുണ്ട്. ചൈനയുടെ കറൻസിയും 0.5% ഇടിഞ്ഞ് ഇപ്പോൾ $7.35 യുവാനായിട്ട് എന്ന നിലയിലെത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ തീരുവയെ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങളാണ് ഇന്ത്യൻ രൂപ അടക്കമുള്ള കറൻസികളെ പിന്നോട്ടടിച്ചതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ കാനഡ, മെക്സിക്കോ അല്ലെങ്കിൽ ചൈന ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് മുകളിൽ ചുമത്തുന്ന, കാരണം ഈ മെക്സിക്കോയും ചൈനയും തമ്മിലുള്ള അല്ലെങ്കിൽ കാനഡയും തമ്മിലുള്ള ഈ 3 രാജ്യങ്ങളെ ട്രംപ് ടാർഗറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കോയുമായിട്ടുള്ള റിലേഷൻ, ചൈനയുമായിട്ടുള്ള റിലേഷൻ, ഇപ്പം ഈ അമേരിക്ക, കാനഡ, മെക്സിക്കോ ഈ 3 രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട്. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്, നാഫ്റ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാഫ്റ്റ അനുസരിച്ചിട്ട് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ വൻതോതിൽ പിന്നെ ഉള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു കരാറായതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് അതിനകത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ചൈനയ്ക്കെതിരെ ട്രംപിൻ്റെ ആദ്യ പ്രസിഡൻഷ്യൽ ടേമിൽ ഈ ഇറക്കുമതി തീരുവ ചുമത്തിയതിൻ്റെ ഫലമായിട്ട് ചൈന ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈന മെക്സിക്കോയിൽ ഇതുപോലുള്ള ബിസിനസ് യൂണിറ്റ്സും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്ലാന്റ്സും എല്ലാം തുടങ്ങിയിട്ട് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മെക്സിക്കോ അമേരിക്ക തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പം ചൈന അങ്ങനെയുള്ളൊരു റൂട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ പിന്നെ മുതലെടുത്തുകൊണ്ട് ചൈനയ്ക്ക് മേൽ ഉണ്ടായിട്ടുള്ള ഉപരോധം അല്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഒരു താരിഫിനെ അവർ മറികടക്കുകയാണ് ചെയ്തിട്ടുള്ളത് മെക്സിക്കോയിൽ കൊടുക്കാൻ. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ മെക്സിക്കോയ്ക്കെതിരെയും ഇങ്ങനൊരു തീരുവ ചുമത്തുവാൻ കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുകൂടെ കണക്കിലെടുത്തുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പം ഈ രൂപയുടെ മൂല്യം നമുക്കറിയാം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഡോളറിനെതിരെ. അപ്പോൾ 85 കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അതും വലിയൊരു വാർത്തയായിട്ട് മാറിയ റെക്കോർഡ് ഹൈ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. കാരണം ഇതുവരെ റീച്ച് ചെയ്യാത്ത ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അത് റെക്കോർഡ് ഹൈ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ 87 എത്തുമ്പോൾ അതും ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി 87 നിന്ന് അതൊക്കെ 90 അതും ഒരു ഹിസ്റ്റോറിക്കൽ ലോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപക്ഷെ താമസിയാതെ അത് എത്തുമായിരിക്കും ചിലപ്പം, തീർച്ചയായിട്ടും നന്നായിട്ട്. ഒരു ഡോളറിന് 90 രൂപ എന്ന നിലയിൽ എത്തി നിൽക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പം ഇത് ഈ പറഞ്ഞ ഒരു അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നയപരമായിട്ടുള്ള വ്യത്യാസം കണക്കിലെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നയം പ്രാബല്യത്തിൽ വരുന്നു അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാരണം കണക്കിലെടുത്തിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഈ കറൻസികൾക്കുണ്ടായിട്ടുള്ള മൂല്യശോഷണം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് ഒരു സൈഡിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ മറു സൈഡിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രവാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പം ഒരു ഡോളറിന് നമ്മൾ 85 രൂപ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് 87 രൂപ കൊടുക്കണം എങ്കിൽ അത് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ സേവനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്. കാരണം 85 രൂപയ്ക്ക് വരെ 87 കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഉയർന്ന കോസ്റ്റിൽ അവർക്ക് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സേവനങ്ങൾ എന്തുമായിക്കോട്ടെ. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ പ്രൈസിനെ അത് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ പ്രൈസിനെ അത് കൂട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കൊരു സാധനം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മുകളിൽ ഇമ്പോർട്ട് ടാരിഫ് അവർ കൂടുതൽ തീർച്ചയായിട്ടും ഇമ്പോർട്ട് ടാരിഫ് നമ്മളിപ്പം ഒരു സാധനം അമേരിക്കയിൽ നിന്നും വാങ്ങുമ്പോൾ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഡോളർ US റേറ്റ് കൂടി നിൽക്കുന്നൊരവസരത്തിൽ ഇമ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് അത് ഒരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥയാണ്. എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമാണ്. കാരണം ഇന്നലെ 85 രൂപ കിട്ടിയിരുന്ന സ്ഥലത്ത് അവർക്ക് ഇന്ന് 87 രൂപ കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് പണം
വിദേശികൾ, വിദേശ ഇന്ത്യക്കാർ വിദേശത്ത് ജോലി ചെയ്തോ അല്ലെങ്കിൽ അവർ പിന്നെ ഏൺ ചെയ്യുന്ന ഇൻകംസ്, റവന്യൂസ് അവർ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും അത് പ്രയോജനകരമാണ്. അതാണ് പ്രവാസികൾക്ക് നല്ല കാലം എന്ന് പറയുന്നത്. അപ്പോൾ രൂപയുടെ മൂല്യത്തകർച്ച എപ്പോഴും പ്രവാസി ഇന്ത്യക്കാർക്ക് ഗുണമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇന്നലെ ഡോളറിൻ്റെ കാര്യം, ഇപ്പം ഇന്നലെ വെളിയിൽ നിന്ന് ഒരാൾ ഡോളർ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ 85 രൂപ കിട്ടി. പക്ഷേ ഇന്ന് അയക്കുമ്പോൾ 87 രൂപ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ഇങ്ങോട്ട് ഡോളർ അയക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് പ്രയോജനകരമാണ്. അപ്പോൾ പ്രവാസികൾക്ക് അത് തീർച്ചയായിട്ടും നല്ല ഒരു കാലം ആണെന്നാണ് നമുക്കിനതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഭൂരിഭാഗം പേർക്കും ശമ്പളം ലഭിക്കുന്ന സമയമായതിനാൽ ഇത്തവണ കൂടുതൽ ആൾക്കാർ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അവർ പണം നാട്ടിലേക്ക് അയക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അതിനുള്ളൊരു പിന്നെ നിലവിലെ ഈ പറഞ്ഞ ഒരു അത് എപ്പോഴും നമുക്കറിയാൻ സാധിക്കും. ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന, ഇപ്പം UAE-യിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ നമുക്കറിയാം, റുപ്പി ദിറംസ് എക്സ്ചേഞ്ച് റേറ്റിനകത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമ്പോൾ, ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇന്ത്യൻ റുപ്പി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആൾക്കാർ മുതലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ആ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അവർ പണം കൂടുതൽ നാട്ടിലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പഴയതിലും വ്യത്യസ്തമായിട്ട് കൂടുതൽ പണം അയക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ മുതലെടുക്കാൻ അവർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശമ്പളക്കാലം ആയതിനാൽ മിക്ക കറൻസി എക്സ്ചേഞ്ചുകളും ഇതുപോലുള്ള ഓഫറുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിപ്പം വിദേശികൾ എവിടെ, അപ്പോൾ ഡോളറിനെ ബേസ് ചെയ്താണ് ഒട്ടുമിക്ക കറൻസികൾ എന്നിരിക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന UAE ദിർഹംസും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. അപ്പം തീർച്ചയായിട്ടും അവിടെയും റുപ്പിയുടെ മൂല്യം കുറയാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇന്ത്യൻ റുപ്പിയുടെ അവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരുടെ കൈകളിൽ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. മണി എക്സ്ചേഞ്ചുകളിലെ ഓൺലൈൻ ആപ്പുകൾ വഴി നാട്ടിലേക്ക് പണം അയക്കുന്നതിന് വേറെയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു അവസരം കൂടെ ഇതുപോലുള്ളൊരു പ്രതികൂലമായ അവസ്ഥയിൽ അനുകൂലമായിട്ടുള്ള മറ്റൊരു രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പ്രമുഖ ഗൾഫ് കറൻസികളുടെ ഇന്നത്തെ വിനിമയ നിരക്ക്: UAE ദിർഹംസ് 23.57 രൂപ, ഖത്തർ റിയാൽ 23.6. അതായത് ഒരു UAE ദിർഹം കൊടുത്താൽ 23.57 രൂപ കിട്ടും. ഖത്തർ റിയാൽ ആണെങ്കിൽ 23.6, സൗദി റിയാൽ 23.24, കുവൈറ്റ് ദിനാർ, ഒരു കുവൈറ്റ് ദിനാറിന് 282.6 രൂപ ഇപ്പം കിട്ടും. ഒമാൻ റിയാൽ 223.72 രൂപ. അപ്പോൾ ഇതെല്ലാം US ഡോളറുമായിട്ട് ബന്ധപ്പെട്ട കറൻസികളായതുകൊണ്ട് തീർച്ചയായിട്ടും ആ കറൻസികളിലും വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് ആ കറൻസികളും ഇന്ത്യൻ കറൻസിയും തമ്മിലുള്ള വിനിമയ നിരക്കിലും വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യൻ കറൻസിയും ഈ പറഞ്ഞ കറൻസികളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ റുപ്പി നമുക്ക് ഒരു UAE ദിർഹത്തിന് അല്ലെങ്കിൽ ഒരു സൗദി റിയാലിന് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രവാസികൾ ഈ അവസരം മാക്സിമം പരമാവധി അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ റുപ്പി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇടിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്തായി തന്നെ ചെയ്യാം. എന്തുകൊണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡോളർ ടു ഇന്ത്യൻ റുപ്പി എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നു അല്ലെങ്കിൽ മൂല്യം ഇടിയുന്നു എന്നുള്ളതിൻ്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അധികം താമസിയാതെ തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ ആ വീഡിയോ ചെയ്യാൻ നമുക്ക് കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ 3 രാജ്യങ്ങൾക്കെതിരെ ചുമത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചുമത്തപ്പെട്ടുള്ള ഈ ടാരിഫിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാനഡ, മെക്സിക്കോ, ചൈനയ്ക്കെതിരെ 10%, എല്ലാ ഇമ്പോർട്ടുകളും ഇല്ല, ചില ഐറ്റംസിൻ്റെ മുകളിൽ മാത്രം, പ്രധാനപ്പെട്ട ചില ഐറ്റംസ് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ മെക്സിക്കോ, കാനഡ ഈ രാജ്യങ്ങൾക്ക് മേൽ 21% ടാരിഫ് US ഗവൺമെൻറ് പ്രസിഡന്റ് ട്രംപ് ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഏർപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കറൻസിയുടെ മൂല്യത്തിനുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇന്ത്യൻ റുപ്പി 87 മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നമുക്കറിയാം, പണ്ട് പലരും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആൾക്കാർ
കേൾക്കുമ്പോൾ ഈ 85 രൂപയിൽ നിന്ന് 87 രൂപ അപ്പോൾ രൂപയുടെ മൂല്യം കൂടുതലല്ലേ എന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, മറിച്ചാണ്, റിവേഴ്സാണ് ഇപ്പൊ 85 രൂപ ഒരു ഡോളറിനുള്ള 85 രൂപ ഒരു ഡോളറിന്, അത് 85-ൽ നിന്ന് 86, 87 ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ രൂപയുടെ മൂല്യം കുറയുകയാണ്. രൂപയുടെ മൂല്യം കൂടുകയാണെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ രൂപയുടെ മൂല്യം കുറയുകയാണ്. രൂപ കൂടുതൽ കിട്ടുന്തോറും, ഒരു ഡോളറിന് കൂടുതൽ രൂപ കിട്ടുന്തോറും അതിൻ്റെ അർത്ഥം രൂപയുടെ മൂല്യം കുറയുകയാണെന്നുള്ളത്. അപ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ മറ്റൊരു വീഡിയോക്കകത്ത് നമുക്ക് വളരെ താമസിയാതെ തന്നെ അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. രൂപയുടെ മൂല്യം ഇടിയാനുള്ള കാരണം ഈ ഒരു പ്രധാനപ്പെട്ട ട്രംപിൻ്റെ പോളിസി അല്ലെങ്കിൽ ഡിക്ലറേഷൻ ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 3 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സാണ് ട്രംപ് സൈൻ ചെയ്തത് ഈ പറഞ്ഞ ആഴ്ചയുടെ അവസാനത്ത്. 25% ടാരിഫ് മെക്സിക്കൻ ആൻഡ് കനേഡിയൻ ഇമ്പോർട്ട്സിനും 10% ടാരിഫ് ഓൺ ഗുഡ്സ് ഫ്രം ചൈന. അപ്പോൾ അത് ചൊവ്വാഴ്ച മുതൽ അത് ആരംഭിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് US ഡോളറിൻ്റെ മൂല്യം കൂടുതൽ വർദ്ധിപ്പിക്കാനും അത് സഹായകരമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു കാരണം കൊണ്ട് തന്നെ പല ഏഷ്യൻ കറൻസികളെ അത് ബാധിച്ചിട്ടുണ്ട്. ഏഷ്യൻ കറൻസീസിൻ്റെയൊക്കെ ഇന്ത്യ, ചൈന, പിന്നെ പ്രധാനപ്പെട്ട കറൻസികൾ ഏഷ്യയിലെ സൗത്ത് കൊറിയൻ, അതുപോലെ തന്നെ ജപ്പാനീസ് യെൻ, സൗത്ത് കൊറിയയുടെ കറൻസി, മലേഷ്യൻ, സിംഗപ്പൂർ, ഇതുപോലുള്ള രാജ്യങ്ങളുടെ കറൻസികളാണ് ഏഷ്യയിൽ പൊതുവെ പ്രധാനപ്പെട്ട കറൻസികളെന്ന് നമ്മൾ കൗണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കറൻസികളുടെ എല്ലാം ഏഷ്യൻ മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും തീർച്ചയായിട്ടും ഇതിന് ഒരു ബഡ്ജറ്റിന് ശേഷം പെട്ടെന്നുണ്ടായ ഉണർവിനെ ഇല്ലാതാക്കാൻ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു നയപരിപാടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളതിന് കാരണമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചൈനയുടെ കറൻസിക്കും വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പം സാധാരണയായിട്ട് ഇന്ത്യൻ റുപ്പിയും ചൈനീസ് യുവാനും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം അതിനകത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് മോറോലെസ് കറസ്പോണ്ടിങ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ രൂപയുടെ മുകളിൽ ഒരു നല്ലൊരു സമ്മർദ്ദം ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡോളർ ഇൻഡെക്സിൻ്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞ 6 പ്രധാനപ്പെട്ട കറൻസികൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് പൗണ്ട്, യൂറോ, ജപ്പാനീസ് യെന്ന്, സ്വീഡിഷ് ക്രോണ, സ്വിസ് ഫ്രാങ്ക്, കനേഡിയൻ ഡോളർ, ഈ 6 കറൻസികൾക്കെതിരെ ഉള്ളൊരു US ഡോളറിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അളക്കുന്നതിനുള്ള ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ടൂളാണ് ശരിക്കും പറഞ്ഞാൽ ഡോളർ ഇൻഡെക്സ് ആണ്. അപ്പോൾ അതിനകത്തിലും ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 0.3% ഇൻക്രീസ് ചെയ്ത് 109.8 ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു നമ്മളുടെ വാർത്താവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ രൂപയുടെ മൂല്യം എന്തുകൊണ്ട് കുറയുന്നു, അല്ലെങ്കിൽ രൂപയുടെ മൂല്യം എന്തുകൊണ്ട് താഴേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.